الشيطان الرجيم ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായി പാലിക്കാൻ, തഖ്വയോടെ ഈമാനോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ റോഡിൽ ബക്കറ്റ് പിടിച്ചു നിൽക്കുന്ന കുറേ വളണ്ടിയർമാരെ നമ്മൾ കണ്ടു. വീട്ടിലേക്ക് ക്ലബ്ബുകളുടെ ആളുകൾ പിരിവിന് വന്നിരുന്നു. സ്കൂളുകളിലും മദ്രസകളിലും പ്രത്യേക കലക്ഷൻ ഇന്നലെ നടന്നിട്ടുണ്ട്. ബസ് സ്റ്റാൻഡുകളിലും പള്ളികളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമെല്ലാം പന്തുകളി ഗ്രൗണ്ടിൽ വരെ ഇന്നലെ ഒരു കലക്ഷൻ നടന്നിരുന്നു. ഒരു കൊല്ലത്തേക്കുള്ള വേദനിക്കുന്നവരുടെ വേദന മാറ്റാനുള്ള പിരിവായിരുന്നു അത്. ഇന്നലെ പാലിയേറ്റീവ് ദിനമായിരുന്നു. നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യന്മാർ വേദനയോടെ രാവും പകലും തള്ളി നീക്കുന്നവരുണ്ട്. നമ്മുടെ വീടുകളിലുണ്ടാകാം, അയൽപക്കത്തുണ്ടാകാം, കുടുംബങ്ങളിലുണ്ടാകാം. ഇത് കേവലം ഒരു കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയും ഒരു അനുകമ്പ പറയുകയും ചെയ്യേണ്ടവർ മാത്രമല്ല നമ്മൾ, പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ. ക്യാൻസർ എന്ന മഹാരോഗം ബാധിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്ന രോഗികളുണ്ട്. ജോലിക്കിടയിൽ പരിക്കുകൾ പറ്റിയവർ, മരത്തിൽ നിന്ന് വീണവർ, ആക്സിഡൻറ്റുകളിൽപ്പെട്ട് മാരകമായ പരിക്കു പറ്റിയവർ, ഒരുപക്ഷെ ആ അപകടത്തിൽ ചിലരൊക്കെ മരണപ്പെട്ടെങ്കിൽ ആ മരണപ്പെട്ടവരേക്കാൾ, അതിൻ്റെ വേദനയേക്കാൾ വേദനകൾ ഒരുപക്ഷെ പരിക്കു പറ്റിയവർ അനുഭവിക്കുന്നുണ്ടാകും. ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്തവർ, മൂത്രത്തിന് ട്യൂബിട്ട് അതിൻ്റെ ബോക്സും താങ്ങി വർഷങ്ങളായി നടക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. മലദ്വാരം അടച്ച് സൈഡിൽ ഒരു ബോക്സ് വെച്ച് ആ ബോക്സിലേക്ക് മലം വന്ന് അത് ദിവസവും ആ മലം ബോക്സിൽ നിന്നെടുത്ത് വൃത്തിയാക്കി ഒന്ന് പുറത്തേക്ക് പോകാനോ യാത്ര ചെയ്യാനോ കൂട്ടുകുടുംബത്തെ സന്ദർശിക്കാനോ ഒന്ന് യാത്ര ചെയ്യാനോ പറ്റാത്ത വിധം വർഷങ്ങളായി ആ രൂപത്തിൽ ജീവിക്കുന്ന, ഈ ബോക്സും പേറി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. മാനസിക രോഗികളുണ്ട്, ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള വീടുകളുണ്ട്, അവരെ നോക്കുന്ന മാതാപിതാക്കളുണ്ട്. അതിലുമപ്പുറം മക്കളാൽ അകറ്റപ്പെട്ട് വാർദ്ധക്യ സഹജമായ രോഗവും അതിനപ്പുറം പരിചരിക്കേണ്ടവർ, നോക്കേണ്ടവർ നോക്കാതെ ഒറ്റപ്പെടുത്തിയപ്പോൾ അതിൻ്റെ മാനസിക വേദനയും അനുഭവിക്കുന്നവരുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ആശുപത്രിയിൽ പോകാനോ ഒരു മാർഗവുമില്ലാത്ത ആളുകൾ. ഇത്തരം ആളുകളെ പരിചരിക്കുന്ന ഒരുപാട് ഡോക്ടർമാരും നേഴ്സുമാരുമൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപാട് വളണ്ടിയർമാരുണ്ട്. അവരെ നമ്മൾ കാണാതെ പോകരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. നമ്മെക്കൊണ്ടാകും വിധം അവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ നമുക്കൊരിക്കലും മനസ്സ് വരാതിരിക്കരുത്. ഗുളികകളും മരുന്നും വീൽ ചെയറും വാക്കറും സ്ട്രക്ചറും ആംബുലൻസുകളും ചെക്കപ്പുകളും അങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങളുണ്ട് അവർക്ക്. വലിയ സഹായം വേണം, വലിയ മനസ്സും അതിൻ്റെ കൂടെ വേണം. സഹോദരങ്ങളെ, ഇബാദത്ത് പ്രധാനമായും രണ്ട് തരമാണ്. ഇബാദത്ത്, ഒരു വിശ്വാസിയോട് കൽപ്പിക്കപ്പെട്ട രണ്ട് തരം ഇബാദത്തുകളുണ്ട്. ഒന്ന് ആത്മീയമായ ഇബാദത്തുകളാണ്. നമ്മുടെ നമസ്കാരം, നോമ്പ്,
ഹജ്ജ് തുടങ്ങിയിട്ടുള്ള ആത്മീയമായ ഇബാദത്തുകളുണ്ട്. രണ്ടാമത്തെ ഇബാദത്ത് സാമൂഹിക മാനമുള്ള ആരാധനകളാണ്, ഇബാദത്തുകളാണ്. ഈ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഗുണം നേരിട്ട് ലഭിക്കുന്നത് നമ്മുടെ സഹജീവികൾക്കാണ്. അത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇബാദത്തിൻ്റെ ഭാഗമായി നമ്മൾ കാണണം. വളരെ ഗൗരവത്തോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് ചില മുന്നറിയിപ്പുകളും താക്കീതുകളും പ്രവാചകൻ്റെ ചില പ്രോത്സാഹനങ്ങളുമെല്ലാം ഈ രംഗത്ത് കാണാൻ സാധിക്കുന്നത്. മനിസ്തതഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫൽയഫ്അൽ. നിങ്ങളിൽ ആർക്കെങ്കിലും തൻ്റെ സഹോദരന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഉപകാരം നിങ്ങൾ ചെയ്തിരിക്കണം. അതിൽ സാമ്പത്തികമായ കാര്യങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്. നമ്മളെക്കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് പൂർണ്ണമായും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. നമ്മളങ്ങനെ ഒരാളെ സഹായിക്കുമ്പോൾ, സഹായം ആവശ്യമുള്ള ഒരാളെ സഹായിക്കാൻ നാം തയ്യാറായാൽ വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. തൻ്റെ സഹോദരനെ ഒരാൾ സഹായിക്കുന്ന കാര്യത്തിൽ അവൻ ഏർപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സഹായം കൊണ്ട് ആ മനുഷ്യനെ അനുഗ്രഹിക്കുമെന്നാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ, നമ്മുടേതായ ആസ്വാദനങ്ങളിൽ മതിമറന്ന് ജീവിക്കുമ്പോൾ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനോ അവരുടെ അവസ്ഥകൾ കണ്ടറിയാനോ പലപ്പോഴും നാം മറന്നു പോകാറുണ്ട് എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് അവരെ നമ്മൾ സഹായിക്കുമ്പോൾ, അവരുടെ കണ്ണീരൊപ്പുമ്പോൾ, വിശക്കുന്നവരെ വിശപ്പകറ്റുമ്പോൾ, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ജീവിതയാത്രയിൽ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് സഹായമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകുമെന്ന റസൂലുള്ളാഹിൻ്റെ മുന്നറിയിപ്പ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഏത് സമയത്തും ഉണ്ടാകണം. ഉത്തമമായ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾക്ക് നമ്മൾ സാക്ഷികളാവാറുണ്ട്. അഫ്ളലുൽ അഅമാലി അൻ തുദ്ഖില അലാ അഖീകൽ മുഅ്മിന സുറൂറ. അന്ന് റസൂൽ പറയാണ്, ഒരു വിശ്വാസിയെ, തൻ്റെ സഹോദരന് സന്തോഷം നൽകുന്നതാണ് ഏറ്റവും അഫ്ളലായ അമൽ. തൻ്റെ സഹോദരന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ സന്ദർശനം കൊണ്ട്, നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു സമാശ്വാസ വാക്ക് കൊണ്ടെങ്കിലും നമ്മുടെ സഹോദരനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അഫ്ളലുൽ അഅമാൽ എന്ന് റസൂൽ പറഞ്ഞു. ഔ തുഖ്ലി അൻഹു ദൈന, കടമുള്ളവൻ്റെ കടം വീട്ടിക്കൊടുക്കുക. ഔ തുത്ഇമുഹു ഖുബ്സ, ഒരു റൊട്ടിയെങ്കിലും ഭക്ഷണമായി വാങ്ങിക്കൊടുക്കുക. സഹോദരങ്ങളെ, നമ്മൾ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ അങ്ങാടിയിലേക്കൊന്ന് ഇറങ്ങിയാൽ അങ്ങാടിയിൽ കാണുന്ന കുറേ കാഴ്ചകളുണ്ട് നമ്മളെ മുന്നിൽ. കുറേ ജീവിതങ്ങളെ നമുക്ക് കാണാം. നമ്മൾ ഇസ്തിരിയിട്ട വസ്ത്രം ധരിച്ച് നമ്മുടെ വസ്ത്രത്തിൽ ഒരു ചെറിയ ഒരു അഴുക്കെങ്കിലും ആകുന്നതിനെ പേടിച്ച് ഭയപ്പെട്ട് നമ്മളങ്ങനെ ഇസ്തിരി ചുളിയാതെ നമ്മളങ്ങനെ നീർന്ന് നടക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ജീവിതങ്ങളെ കാണാം. പ്ലാസ്റ്റിക് കുപ്പികളും കടലാസുകളും കുപ്പിക്കഷ്ണങ്ങളും പെറുക്കി തൻ്റെ കുടുംബത്തെ പോറ്റാൻ വെയിലും കൊണ്ട് ഒരു ബാഗും തോളിൽ തൂക്കി നടക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ കണ്ണുകളിൽ നമ്മൾ കാണാറുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ളീല. റബ്ബേ, ഇത്രമാത്രം ഈ രൂപത്തിൽ ജീവിക്കുന്ന ജീവിതങ്ങളെ കാണുമ്പോൾ എനിക്ക് നീ നൽകിയ ഔദാര്യം എത്രയാണ് റബ്ബേ നീ എനിക്ക് നൽകിയ ഔദാര്യം എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. കടം വാങ്ങി അങ്ങാടിയിൽ വന്നവരുണ്ട്. കടം ചോദിച്ച് പലരുടെയും പിന്നാലെ നടന്ന് അങ്ങനെ കടം വാങ്ങി ഈ കടമിന് ഞാൻ എന്ന് വീട്ടും പടച്ചോനെ എന്ന ചിന്തയാൽ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ കടം വാങ്ങിയ കാശുമായി അങ്ങാടിയിൽ വരുന്നവരെ നമുക്ക് കാണാം. ആരെങ്കിലും തരുമായിരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി റോട്ടിലേക്ക് ഇറങ്ങിയവരുണ്ടാകാം. ചോദിക്കാൻ മടിക്കുന്നവർ, ആരെങ്കിലും തരുമെന്ന പ്രതീക്ഷയോടുകൂടി റോട്ടിലേക്ക് ഇറങ്ങിയവർ. മരുന്ന് കടയുടെ മുന്നിൽ ചില ആളുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അത്യാവശ്യം മരുന്നുണ്ട്, പക്ഷേ മരുന്ന് കഴിക്കാതെ ദിവസങ്ങളോളം ഇനി വയ്യ. മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്തവർ സഹോദരങ്ങളെ നമുക്ക് ചുറ്റുപാടിലുമുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിൽ കയറുന്നവരെയും ഇറങ്ങുന്നവരെയും നോക്കി നിൽക്കുന്നവർ, ഹോട്ടലുകൾക്ക് മുന്നിൽ ഹോട്ടലുകളിലേക്ക് കയറി ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നവരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നവരുണ്ട്. എന്തെങ്കിലും തരുമായിരിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് മത്സ്യ മാർക്കറ്റുകളിലും ഹാർബറുകളിലും ഒക്കെ നമുക്ക് കാണാം.
ഏതെങ്കിലും ഒറ്റപ്പെട്ടു പോയ തോണികളിൽ വീണ് ഒറ്റപ്പെട്ട മത്സ്യങ്ങളെ തൻ്റെ കവറിൽ പെറുക്കിയെടുത്ത് തൻ്റെ കുട്ടികൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പ്രയാസപ്പെടുന്നവർ സഹോദരങ്ങളെ നമുക്ക് ചുറ്റുമുണ്ട്. വസ്ത്രാലയങ്ങളുടെ മുന്നിൽ ഡിസ്പ്ലേക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ച ആ കൂട്ട് നോക്കി തൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും നോക്കി ഇതുപോലെ എൻ്റെ മക്കൾക്ക് ഒരു വസ്ത്രം കിട്ടിയാൽ അവരെത്ര സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കുമെന്ന് കരുതുന്നവരുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ അങ്ങാടിയിൽ ഇങ്ങനെ കുറേ ജീവനുകളെ നമുക്ക് കാണാം. ഇവിടെയാണ് നമ്മുടെ അലമാരകൾ, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജുകൾ, നമ്മുടെ ഭക്ഷണങ്ങൾ, നമ്മുടെ വീട്ടിൻ്റെ അവസ്ഥകൾ, നമ്മളെ വീട്ടിന് പുറത്ത് നമ്മൾ അനാവശ്യമായി ഒഴുക്കി വിട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്, കുടിച്ചുമൂടുന്ന ഭക്ഷണങ്ങൾ. ആ ഒരു വറ്റിനെ കുറിച്ച് നമ്മളോട് ചോദ്യമുണ്ടാകും സഹോദരങ്ങളെ. ഓരോ വിരലും ഊമ്പി അത് തുടച്ച് വൃത്തിയാക്കി ഭക്ഷണ പ്ലേറ്റിലെ മുഴുവൻ ഓരോ ഭക്ഷണങ്ങളും ഓരോ വറ്റുമെടുത്ത് അത് ഭക്ഷിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അനാവശ്യമായി ചിലവഴിച്ച ഭക്ഷണത്തെക്കുറിച്ച്, വർഷങ്ങളായിടാതെ നമ്മൾ എടുത്തു വച്ച അലമാരയിലെ വസ്ത്രത്തെക്കുറിച്ച്, നമ്മളെ മക്കളുടെ ഭാര്യയുടെ വസ്ത്രങ്ങളെക്കുറിച്ച് നമ്മളോട് ചോദ്യമുണ്ടാകുമെന്ന് നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തരം ഒരുപാട് കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ചിന്തകൾ കടന്നു വരണം. നാളെ റബ്ബെന്നോട് ചോദിക്കുമ്പോൾ എനിക്കെന്ത് മറുപടി പറയാനുണ്ട്? അള്ളാ പറയാണ്, ഫലക്തഹമൽ അഖബ, അവർ ആ ചുരം താണ്ടിക്കടന്നിട്ടില്ല, ആ വലിയ മല അവർ കയറിയിട്ടില്ല. എന്താണ് വമാ അദ്റാക മൽ അഖബ, എന്താണ് ആ ചുരം? ആ ചുരമാർഗം എന്താണ്? ഫക്കു റഖബ, പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസം ഇല്ലാതെയാക്കാൻ കഴിയലാണ്. പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസം ഇല്ലാതെയാക്കാൻ കഴിയുന്നതാണ്. ഒരു അടിമയെ മോചിപ്പിക്കലാണ്. കഷ്ടപ്പെടുന്നവൻ്റെ കഷ്ടപ്പാടില്ലാതെയാക്കലാണ്. പ്രയാസപ്പെടുന്നവൻ്റെ പ്രയാസമില്ലാതെയാക്കലാണ്. പട്ടിണി കിടക്കുന്ന ദിവസം ആ ദിവസം അറിഞ്ഞ് ആ സമയത്ത് ഭക്ഷണം കൊടുക്കലാണ്. അവസരത്തിന് ആവശ്യത്തിനനുസരിച്ച് നൽകലാണെന്നാ പറഞ്ഞത്. ഇത്ആമെന്ന് പറഞ്ഞു അവസാനിപ്പിച്ചില്ല. ഫീ യൗമിൻ ദീ മസ്അബ, അതെന്താണ് ആ മസ്അബ? പട്ടിണിയുള്ള നാള്, പ്രയാസമുള്ള നാളുകളിൽ അത് നൽകലാണ്. തീരപ്രദേശത്ത് 10-30 കൊല്ലം ഒരു ഓല വീട്ടിൽ താമസിച്ച് ആ ഓല വീട് ഒന്ന് ഓടിട്ട് കൊടുക്കാൻ പോലും തയ്യാറാകാത്തതിൻ്റെ പേരിൽ നമ്മുടെ തീരദേശത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട് കത്തി പ്രായമായൊരു വല്യമ്മയും ഒരു പേരക്കുട്ടിയും മരണപ്പെട്ട് നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം രാഷ്ട്രീയ നേതാക്കന്മാർ വന്നു, മതപണ്ഡിതന്മാർ വന്നു, പലരും വന്നു. ആ സമയത്ത് അവിടെ ബാക്കിയുണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ വീടുകളിൽ പ്രസവ ശുശ്രൂഷയ്ക്ക് പോയതായിരുന്നു. ആ സ്ത്രീ ചോദിച്ച ചോദ്യമുണ്ട്, എനിക്ക് എന്തിനാണ് വീട്? കറണ്ട് കണക്ഷൻ തരാം, വീടുണ്ടാക്കി തരാം, പലരും വന്നു. പക്ഷേ ആവശ്യമില്ലതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒറ്റക്കായിപ്പോയി എന്ന് പറഞ്ഞ മറുപടി നമ്മുടെ പ്രദേശത്താണ് സഹോദരങ്ങളെ നടന്നത്. ഒരുപാട് അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട്. ആ അപകടങ്ങളും മരണങ്ങളും മാത്രമല്ല, ആ വാർത്തകൾ മാത്രമല്ല, മറിച്ച് അതിനുശേഷം അനാഥകളായ മക്കളുണ്ട്, ഒരുപാട് അനാഥകളുണ്ട്. ആ അനാഥകൾ സ്വന്തം കുടുംബത്തിൽ അനാഥകളുണ്ട്, അവർക്ക് ആവശ്യത്തിന് കൊടുക്കലാണ്. ഔ മിസ്കീനദാ മത്രബ, മണ്ണ് പുരണ്ട മിസ്കീൻ, കഷ്ടപ്പെടുന്ന മിസ്കീൻ, പാവപ്പെട്ട മിസ്കീൻ, അവന് ഭക്ഷണം കൊടുക്കലാണ്. സുമ്മ കാന മിനല്ലദീന ആമനു, പിന്നീട് വിശ്വസിക്കുകയും വതവാസോ ബിസ്സബ്രി, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും വതവാസോ ബിൽ മർഹമ, കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുക. കാരുണ്യം കൊണ്ടുള്ള ഉപദേശം അത് സഹോദരങ്ങളെ പ്രവർത്തനത്തിലൂടെയാണ്. നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി? അത് ചെയ്യാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. ഒരു വർഷത്തേക്കുള്ള പാവപ്പെട്ട പ്രയാസപ്പെടുന്ന രോഗികൾക്കുള്ള ആശ്വാസത്തിനുള്ള ഒരു കലക്ഷൻ ഇന്ന് നമ്മളെ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് നടക്കും. അതുമായി എല്ലാവരും സഹകരിക്കുക. റബ്ബിൻ്റെ പ്രതീക്ഷകൾ, റബ്ബിൻ്റെ സഹായം പ്രതീക്ഷിക്കുക. ഒരു പക്ഷേ ഇന്ന് നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ കുടുംബത്തെ പോറ്റാൻ ഓടി നടക്കാൻ ശരീരത്തിന് ആഫിയത്ത് തന്നിട്ടുണ്ടെങ്കിൽ, ഈ ആഫിയത്ത് ഏത് സമയം ഏത് നിമിഷം എവിടെ വെച്ച് അള്ളാഹു എടുത്ത് കളയുമെന്നറിയില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ
തഹവ്വുലി ആഫിയത്തിക, റബ്ബേ നിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകൾ അനുഭവിച്ച് ജീവിക്കുകയാണ്, നീ തന്ന ആഫിയത്ത് അനുഭവിച്ച് നീ ജീവിക്കുകയാണ്. എപ്പോഴാണ് ഇതിന് മാറ്റം വരിക, എപ്പോഴാണ് ഇത് എടുത്തു മാറ്റപ്പെടുക എന്നറിയില്ല. റബ്ബേ നിലർത്തിക്കൊണ്ട പടച്ചോനെ, പ്രയാസപ്പെടുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് എന്നെ കൊണ്ടാകും ഇതിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ സമയം കൊണ്ടും എൻ്റെ സമ്പത്ത് കൊണ്ടും അവർക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കുമെന്ന ഒരു പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് സാധിക്കണം. സത്യവിശ്വാസികളുടെ ഇബാദത്തിൻ്റെ ഭാഗമാണത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് റജബ് 26. നമ്മുടെ നാട്ടിൽ പൊതുവെ റജബ് 27 മേറാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് അനുഷ്ഠിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് കാണാം. എന്താണ് അതിൻ്റെ ഇസ്ലാമികമായ കാഴ്ചപ്പാട്? ഇസ്രാവും മേറാജും പ്രവാചകൻ്റെ 2 വളരെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഇസ്രായിനെക്കുറിച്ചും മേറാജിനെക്കുറിച്ചും ഖുർആനിൽ പരാമർശമുണ്ട്. അള്ളാഹു പറഞ്ഞത്, ഇസ്രായിനെക്കുറിച്ച് പറഞ്ഞത് ലിനുരിയഹു മിൻ ആയാത്തിന, നമ്മുടെ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് ഇസ്രാ. മേറാജിനെക്കുറിച്ച് പറഞ്ഞു മിൻ ആയാത്തി റബ്ബിഹിൽ കുബ്ര, എൻ്റെ മഹത്തായ റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ആയാത്തുകളെ കാണിച്ചു കൊടുത്തു. അപ്പോൾ രണ്ടും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മുന്നിൽ അള്ളാഹു പ്രദർശിപ്പിച്ച ഒരു വളരെ വലിയ റസൂലുള്ളാഹിൻ്റെ മുഅ്ജിസാത്തുകളിൽപ്പെട്ടതാണ് ഇസ്രാഉം മിഅ്റാജും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 51-ാമത്തെ വയസ്സിലാണ് നബി മിഅ്റാജും ഇസ്രാഉം സംഭവിച്ചത്. അതിനുശേഷം 12 വർഷത്തിലധികം റസൂൽ ജീവിച്ചിട്ടുണ്ട്. അതിൽ ഒരു തവണ പോലും റസൂൽ ആ ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല. മിഅ്റാജ് റജബ് 27 എന്ന ആ ഡേറ്റ് തന്നെ മറക്കപ്പെട്ടതാണ്. അത്തരമൊരു ഡേറ്റ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് പല അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു അഭിപ്രായം മാത്രമാണ്. ഷാഫിയ മദ്ഹബിലെ ഗ്രന്ഥങ്ങളിൽ കാണാം ല യസ്ബുത്ത്, ആ ഒരു ഡേറ്റ് പോലും സ്ഥിരപ്പെട്ടിട്ടില്ല, സ്ഥിരപ്പെട്ട ഡേറ്റ് അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡേറ്റിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ടായത്? അപ്പോൾ സ്വഹാബത്താരും അത് ചെയ്തിട്ടില്ല. മിഅ്റാജും ഇസ്രാഉം കഴിഞ്ഞ് റസൂൽ ഇത്രയും വർഷം ജീവിച്ചിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു നോമ്പ് പോലും, ഒരു വർഷം പോലും നോറ്റിട്ടില്ല. സഹാബത്തിനോട് അത് കൽപ്പിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മളത് ചെയ്യുക? പിന്നെ ഹദീസുകൾ റസൂലുള്ളാഹിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എല്ലാ ഹദീസുകളും. മൻ സ്വാമ യൗമ സാബിഇ വഇശ്രീന കുതിബ ലഹു സവാബു സുയാമിഹി 60 ഷഹ്റ. റജബ് 27 നോമ്പ് നോറ്റാൽ 60 കൊല്ലം നോമ്പ് നോറ്റ മാതിരിയാണ്. മറ്റൊരു ഹദീസിൽ 70 സന 70 കൊല്ലം നോറ്റ മാതിരിയാണ്. ഈ ഹദീസുകളെ മുഴുവനും പഠിച്ച് മുഹദ്ദിസുകൾ പറഞ്ഞത്, ഈ ഹദീസുകളെല്ലാം മൗളൂആണ്, ലൈഫ് പോലുമല്ല, മൗളൂആണ്, നിർമ്മിച്ചുണ്ടാക്കിയ റസൂലുള്ളാഹിൻ്റെ പേരിൽ വെച്ച് കെട്ടിയ ഹദീസുകളാണ്, സ്വഹിയായ ഹദീസുകളല്ല. സ്വഹിയായ ഹദീസുകളുടെ കൂട്ടത്തിൽ ഇത്തരം ഹദീസുകളെ കാണാൻ കഴിയില്ല. അപ്പോൾ പിന്നെ യതബവ്വഉ മഖഅദഹു, റസൂൽ പറഞ്ഞത് നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് പറഞ്ഞ വിഷയമാണ്. റസൂലുള്ളാഹിൻ്റെ പേര് റസൂലുള്ളാഹി പറയാത്തത് പറഞ്ഞാൽ നരകത്തിൽ അവൻ്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാ, ഭീകരമാണ്. ഇപ്പം പലപ്പോഴും നമ്മുടെ ഈ പ്രദേശത്തേക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പല ആളുകൾക്കും പറയാനുള്ളത്, ഒരു വീട്ടിൽ ഇത് നോൽക്കുന്നവരും നോൽക്കാത്തവരൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് പോലെ പ്രദേശങ്ങളിൽ നോൽക്കുന്ന ആൾക്കാരുണ്ട്, നോൽക്കാത്ത ആൾക്കാരുണ്ട്, നോൽക്കുന്നവരുണ്ട്. അപ്പോൾ പിന്നെ ഒരു നോമ്പല്ലേ, അതാണ് നോറ്റി കളയാം. അല്ലെങ്കിൽ ഏതായിരുന്നാലും ഇത് വീട്ടിൽ ഭക്ഷണമൊന്നും കിട്ടൂല, അപ്പോൾ പിന്നെ നോമ്പാക്കാം. പറ്റുമോ സഹോദരങ്ങളെ? ഇത് നരകത്തിലേക്കുള്ളതാണ്. കാരണം റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്താൽ അത് ബിദ്അത്താണ്, ദലാലത്താണ്, അത് നരകത്തിലേക്കാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. റജബ് മാസത്തിൽ എത്ര തിങ്കളാഴ്ച കഴിഞ്ഞു പോയി, എത്ര വ്യാഴാഴ്ചകൾ കഴിഞ്ഞു പോയി, നോൽക്കാം. അയ്യാമുൽ ബീദ് കഴിഞ്ഞു പോയില്ലേ, 13, 14, 15 നോൽക്കാം. അതൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട നോമ്പുകളാണ്. അതാണ് സുന്നത്ത്. മറ്റത് ബിദ്അത്താണ്. ആ ബിദ്അത്തിനെ നോമനുഷ്ഠിച്ചാൽ നരകമാണ് കിട്ടുക. ബിദ്അത്ത് നരകമാണ്. റസൂൽ പറഞ്ഞു, നബിയെ താങ്കളെങ്ങാനും മതത്തിൽ ഞാൻ പറയാത്തത് ഉണ്ടാക്കിയാൽ എന്താ, ജീവനാടിയെ ഛേദിച്ച് കളയുമെന്നാണ്.
ثم لقطعنا منه الوتين أخذنا منه باليمين. നബിയെ താങ്കളെങ്ങാനും സ്വന്തം ഇഷ്ടപ്രകാരം നബിനോടാ ഈ മതം അള്ളാന്റെ ദീനാണ്, അള്ളാന്റെ ദീനാണ്, അള്ള എന്തു പറയുന്നുവോ അതാണ് മതം, അള്ളാഹു എന്തു പറയുന്നു അത് മാത്രമേ റസൂലുള്ളാഹിക്ക് പോലും പറയാൻ പറ്റൂ. ഖുർആനാ. നബിയെ താങ്കളെങ്ങാനും താങ്കളാണെങ്കിൽ പോലും ഈ മതത്തിൽ ഞാൻ പറയാത്തത് പറഞ്ഞാൽ വലത് കൈ കൊണ്ട് പിടിക്കും. സുമ്മല ഖതഅനാ മിൻഹുൽ വതീൻ, ജീവനാടിയെ നാം മുറിച്ചു കളയും. സുബ്ഹാനല്ലാഹ്. എത്ര ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ മതത്തിൽ നമ്മളെ വകയായിട്ട് ഒന്നും ചേർക്കാൻ പറ്റൂല. മതം പൂർത്തിയാക്കിയ റസൂലുള്ളാഹ്. വിദ്യാർത്ഥികളെ വളരെ കരുതലോടെ ഇരിക്കണം. അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. നാളെ പരലോകത്ത് വരുമ്പോൾ ഖുൽ ഹൽ നുനബ്ബിയുകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അറിയിക്കട്ടെ നബിയെ, പറഞ്ഞു തരട്ടെയോ, കർമ്മങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയവർ ആരാണ്? നല്ലതാണെന്ന് കരുതി യഹ്സബൂന അന്നഹും യുഹ്സിനൂന, നല്ലതല്ലേ എന്ന് കരുതി അവർ ചെയ്തു. പക്ഷെ മതത്തിൻ്റെ പിൻബലമില്ലായിരുന്നു, റസൂലുള്ളാഹിൻ്റെ സുന്നത്തിൻ്റെ പിൻബലമില്ലായിരുന്നു. അത്തരം ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കുക, സുന്നത്തുകൾ ധാരാളമായി ചെയ്യുക, സുന്നത്തുകളൊന്നും ഒഴിവാക്കാതിരിക്കുക, സുന്നത്തുകൾ ജീവിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വിവിധ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഉണ്ട്, അള്ളാഹു അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ. നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹോദരന്മാർ സ്വർണം ദാനമായി തന്നിട്ടുണ്ട്, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പകരം അള്ളാഹു വീട് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു ആഫിയത്തും ആരോഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻകും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم اعتق رقابنا من النار، اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.